ഗൈസ് ഓട്ടോറിക്ഷ വന്ന തിരക്കിൽ എൻ്റെ ചെരുപ്പെല്ലാം മാറിപ്പോയി. ചെരുപ്പെല്ലാം മാറ്റിയിട്ട് ഞാൻ അവിടെ പോകുന്നില്ല. ഞാനും അമ്മയും ബീച്ചിൽ പോവാം. ഞാൻ കുറേ ദിവസം എന്നോട് ബീച്ചിൽ പോകാൻ പറയുന്നത് അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനും അമ്മയും അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പോകുന്ന വഴി ഒരു സൂപ്പർ സ്ഥലമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ സ്ഥലം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കാട്ടിലേക്കാണോ പോകുന്നത് അത് ബീച്ചിലേക്കാണോ പോകുന്നത്? ഞാൻ ബീച്ചിൽ തന്നെയാണ് പോകുന്നത്. ഈ ഒരു സൂപ്പർ സ്ഥലം കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയിലിരുന്ന് കുറച്ച് ഉറങ്ങിപ്പോയി. കുറച്ചല്ല ഗൈസ്, കുറച്ചധികം. എൻ്റെ പുതിയ കുപ്പിയൊക്കെ എടുത്തിട്ട് ബീച്ചിൽ പോകുന്നത്. ഈ വണ്ടി കണ്ട എനിക്ക് ഉറക്കം വരും ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ കുറേ വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ബീച്ചെത്തിയൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതാ ഞങ്ങൾ ബീച്ചിലെത്തിയ പാട് ഞാൻ ഉറക്കത്തിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങോട്ടേക്ക് ഓടല്ലേ മോനേന്നൊക്കെ. അപ്പോൾ ഞാനതാ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ നിൽക്കാം. അപ്പോൾ എന്നെ അമ്മ സമ്മതിച്ചില്ല വെള്ളത്തിൻ്റെ അടുത്ത് പോകാൻ. അപ്പോൾ ഞാനതിങ്ങനെ നോക്കി നിൽക്കുക. വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കാത്ത എനിക്ക് ദേഷ്യമൊക്കെ വന്നിട്ട് ഞാൻ അമ്മേനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞു എന്നാലും വെള്ളത്തിലിറങ്ങണ്ട, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് പേടിയായിട്ട് എന്നെ സമ്മതിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ലേശം വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കാണ്. അങ്ങനെ ഗൈസ് ഞാൻ എന്താ വെള്ളത്തിലേക്ക് ഇറങ്ങി. മഴയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ നിൽക്കുന്നത്. എനിക്കും പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വലിയ തിരമാല വന്നിട്ട് ഞങ്ങളെ ഞാനൊക്കെ പാട് നനഞ്ഞേ. അമ്മ എന്താണ് ഇത് എന്നെ പിടിക്കാണ്ട് പുതിയ കുപ്പി എടുക്കാൻ ഓടുക. അപ്പോൾ എന്തോ കാര്യത്തിന് ഞാൻ തന്നെ ഓടി രക്ഷപ്പെട്ടെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അവിടെ ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങി ഇപ്പുറത്തൊരു സ്ഥലത്ത് വന്നിരുന്നു. അവിടെ ഞങ്ങളൊക്കെ ഐസ്ക്രീം ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതിലൂടെ ഒരു ബൗബോ പോയി. എനിക്ക് ബൗബോവിന് പേടിയാണ്. എൻ്റെ അടുത്ത് വരുമോ എന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അമ്മ പറഞ്ഞ മേലൊന്നും ഐസ്ക്രീം ആക്കരുത്, അല്ലാണ്ട് കഴിച്ചോ. ഐസ്ക്രീം ഒക്കെ കഴിച്ച് അമ്മ പറഞ്ഞ് ഇപ്പോൾ ഒരു കടല വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പൈസയൊക്കെ തന്നെ കടല വാങ്ങി. ഞാൻ അച്ചാച്ചനോട് പറഞ്ഞ് കടല വേണമെന്ന്. അച്ചാച്ചനാണ് എനിക്ക് കടല എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ചാച്ചന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേശയും വിളിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞ് മേശയും എടുക്കണ്ട, അച്ചാച്ചൻ്റെ കൈ കൊടുത്തോന്ന്. അപ്പോൾ ഞാൻ അച്ചാച്ചൻ്റെ കൈ കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ പോലെ ഒരു കടലയും കൂടെ ഉണ്ട്. അതെന്താ ഒരു പൈസയ്ക്ക് 2 കടലയോ? എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചിരിച്ചൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ കടല ഞാൻ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്ത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒറ്റക്കല്ലേ പോയി വാങ്ങാൻ. അങ്ങനെ ഞാനും അമ്മ അവിടെ ഇരുന്ന് അമ്മ എനിക്ക് തോലിയൊക്കെ പൊളിച്ചാണ്. ഞാൻ ഇങ്ങനെ കടല തിന്നുമ്പോൾ കാക്കയ്ക്ക് ഞാൻ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച്. അപ്പോൾ അമ്മ എബി കാക്കയ്ക്ക് കൊടുക്കല്ല, കാക്ക തലയിലൊക്കെ വന്ന് കുത്തുന്നു. ഞാൻ അതൊന്നും മൈൻഡാക്കാണ്ട് കാക്കയ്ക്ക് കുറച്ച് കൊടുത്ത്. പിന്നെ അവിടെ ഇരുന്ന് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ അതൊന്നും നോക്കാണ്ട് കാക്കയ്ക്ക് ഇങ്ങനെ കൊടുക്കുക. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കാക്കേനോട്. അപ്പോൾ അമ്മ എന്തൊക്കെയോ എന്നോടും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ പോയി. അവിടെ എത്തി ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് അമ്മേനോട് പറഞ്ഞു പാനിപ്പൂരി വേണം. അമ്മ പാനിയിൽ ഏറ്റവും ചെറിയൊരു പാനിപ്പൂരി എടുത്ത് എനിക്ക് തന്നെ. ഞാനത് തിന്ന് തീരുമ്പോഴേക്കും ആ പ്ലേറ്റുള്ള പാനിപ്പൂരി മൊത്തം അമ്മ തിന്ന്. ലാസ്റ്റ് എന്നോട് പറയുക ഇത് തിന്നാൽ കുമ്പ വേനിയാവുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ എൻ്റെ സങ്കടം മാറ്റാൻ അമ്മ എനിക്ക് ബബിൾസൊക്കെ വാങ്ങി തന്നെ. അതൊക്കെ ഊതി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുക. അപ്പോൾ ഈ ബബിൾസും കൊണ്ട് ഓടിയപ്പോൾ എൻ്റെ സോപ്പും വെള്ളം ആ ബബിൾസിലുള്ളത് പാട് മറിഞ്ഞ്. അപ്പോൾ അത് അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാമെന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ അതിലൂടെയൊക്കെ ഇങ്ങനെ കുറേ ഓടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ കുതിരയും കൊണ്ടുവന്നു. അപ്പോൾ അമ്മ എൻ്റെ വീഡിയോ എടുക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് നിന്നോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ കുതിരയ്ക്ക് എന്തോ ഒരു കളിയുണ്ട്. തിരിച്ചു കുതിര ബാക്കോട്ട് ഓടി. അപ്പോൾ ഞാനും അമ്മയും തിരിച്ചോടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടെത്തി. ബബിൾസ് പിന്നെ എനിക്ക് തന്നെ ഞാൻ ഇങ്ങനെ അതിനെ കൊണ്ട് കളിക്കുക. അപ്പോൾ അമ്മ എന്നോട് അത് പൊന്തിച്ച് പിടിക്കുന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പൊന്തിച്ചൊക്കെ പിടിക്കുന്നുണ്ട് കാറ്റത്തൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ തോണിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അമ്മേനോട് എനിക്ക് തോണി കയറണം. എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം അമ്മ എന്നെ പിടിച്ച് കയറ്റി തോണിയിൽ കയറ്റി തന്നെ ഞാൻ